മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇങ്ങനെയൊരു സംഭവമില്ല, ഇതൊരു മിത്ത് മാത്രമാണെന്ന് കരുതിയിരുന്ന ഒരു സമയത്ത് നടക്കുന്ന കഥയാണിത്. ഒരു 12 വയസ്സുകാരി പെൺകുട്ടിയെ വളരെ ക്രൂരമായി ഉപദ്രവിച്ച് അവളുടെ ഓവറീസ് പോലും വെട്ടിമുറിച്ച് ശരീരമാസകലം കുത്തിക്കീറി 2 മണിക്കൂറോളം ആ അവസ്ഥയിലിട്ട് അവളെ കൊലപ്പെടുത്തിയ ഒരു സൈക്കോ കില്ലറാണ് ഹെൻറി. ഇത്ര ക്രൂരമായി ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ഹെൻറി എന്ന വ്യക്തി റിയലി എക്സിസ്റ്റ് ചെയ്യുന്നില്ലത്രേ. കാരണം ഹെൻറി എന്നത് ജോസഫ് എന്ന വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി മാത്രമാണ്. അയാളുടെ ഉള്ളിലുള്ള ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി എന്നാണ് ജോസഫ് തന്നെ പറയുന്നത്. അന്ന് ആ ഒരു ടൈം വരെ തിയറീസിൽ മാത്രം, ഓൺ പേപ്പേഴ്സിൽ മാത്രം ഉണ്ടായിരുന്ന ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി കാര്യമായ അന്വേഷണം നടത്തി. ഡോക്ടർ കൂടിയായ നമ്മുടെ ഹീറോയിൻ ജോസഫിനോട് സംസാരിച്ചു, അവന്റെ ഉള്ളിലുള്ള ഹെൻറി എന്ന പേഴ്സണാലിറ്റിയോട് സംസാരിച്ചു. അങ്ങനെ ഒരുപാട് നാളത്തെ ക്വസ്റ്റ്യൻ ചെയ്യലിനൊടുവിൽ ഹീറോയിൻ ഒരു നിഗമനത്തിലെത്തി. അതായത് ജോസഫിന്റെ ഉള്ളിൽ 2 പേഴ്സണാലിറ്റി ഒന്നുമില്ല. ഓൺ പേപ്പറിൽ പറയുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അത് സ്റ്റിൽ ഒരു മിത്ത് തന്നെയാണ്. ഹെൻറി എന്നൊരു ക്യാരക്ടറും ഇല്ല. ആ 12 വയസ്സുകാരി പെൺകുട്ടി അത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ജോസഫാണ്. ജോസഫ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അവൻ ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. അവന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഡോക്ടറിന്റെ പക്ഷം. ഡോക്ടറിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഗവൺമെന്റ് ജോസഫിന്റെ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നു. ഈ ഡോക്ടറാണ് നമ്മുടെ ഹീറോയിൻ ക്യാര ഹാഡിങ്. പുള്ളിക്കാരിയെ അടുപ്പമുള്ള ഒരു CC എന്ന് വിളിക്കും. കുറെ നാളായിട്ട് ഈ ജോസഫിന്റെ കേസിന്റെ ഒക്കെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുടെ മകളെ ആളുടെ ബ്രദറിന്റെ കൂടെ നിർത്തിയിട്ടാണ് പോയത്. ക്യാരയുടെ മകളുടെ പേര് സാമി. ക്യാരയുടെ ബ്രദർ അഥവാ സാമിയുടെ അങ്കിളിന്റെ പേര് സ്റ്റെഫൻ. എന്തുകൊണ്ടാണ് മകളെ ബ്രദറിന്റെ അടുത്ത് നിർത്തിയിട്ട് പോയത്? ഹസ്ബൻഡിന്റെ കൂടെ നിർത്തിക്കൂടായിരുന്നു എന്ന് ചോദിക്കാം. അതിവിടെ പറ്റില്ല. കാരണം ക്യാരയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതാണ്, കൊല്ലപ്പെട്ടതാണ്. അതിനുശേഷം ക്യാരയ്ക്ക് എന്ന് പറയാനായിട്ട് അവളുടെ മകൾ, അവളുടെ ബ്രദർ ആൻഡ് അവളുടെ അച്ഛനും മാത്രമേ ഉള്ളൂ. ക്യാരയുടെ അച്ഛനും ക്യാരയെ പോലെ തന്നെ ഒരു ഡോക്ടറാണ്. തിരികെ നാട്ടിലേക്ക് പോകാൻ ക്യാര എയർപോർട്ടിൽ എത്തിയപ്പോൾ അവളെ ഫോൺ ചെയ്യുന്ന അവളുടെ അച്ഛൻ, അതേ മോളെ, നീ നേരെ ഇങ്ങി പോര്, ഇവിടെ എൻ്റെ ഒരു പേഷ്യന്റ് കുറച്ച് പ്രശ്നമാണ്, നീ ഒന്ന് വരണം, വന്നേ പറ്റൂ. വരാനൊന്നും പറ്റത്തില്ല അച്ഛാ, നിങ്ങൾ ആ കേസിന്റെ ഫയൽ അയക്കി, അതിനകത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. നോ നോ നോ, നീ വന്നേ പറ്റത്തുള്ളൂ, ഇതൊരു സ്പെഷ്യൽ കേസാണ്, നീ എയർപോർട്ടിൽ എത്തുമ്പോൾ നിന്നെ പിക്ക് ചെയ്യാൻ ഞാനവിടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞ് ക്യാരയ്ക്ക് മറുപടി കൊടുക്കാൻ പോലും സമയം കൊടുക്കാതെ കോള് കട്ട് ചെയ്ത് കളഞ്ഞു ഇവളുടെ അച്ഛൻ ഡോക്ടർ ഹാർഡിങ്. അങ്ങനെ ക്യാരയും പിക്ക് ചെയ്ത് അദ്ദേഹം നേരെ അവരുടെ സെന്ററിലേക്ക് ചെല്ലുന്നു. ഇവളിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്ന പേഷ്യന്റിന്റെ പേരാണ് ഡേവിഡ്. ക്യാരയുടെ അച്ഛന്റെ സുഹൃത്തായ ചാർലി എന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ആയിരുന്നു ഈ പറഞ്ഞ ഡേവിഡ്. ഡേവിഡിന്റെ അബ്നോർമൽ സ്വഭാവം കാരണം ഇവരുടെ ഈ ക്ലിനിക്കിലേക്ക് മാറ്റേണ്ടി വന്നു. ഇവിടെയും ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് അധികമായില്ല, കൂടിപ്പോയാൽ ഒരാഴ്ച ആയതേ ഉള്ളൂ. സാധാരണ 1 മാസമെങ്കിലും പേഷ്യന്റിന്റെ കണ്ടീഷൻസ് എല്ലാം വിലയിരുത്തി കഴിഞ്ഞ് മാത്രമേ മറ്റൊരു ഡോക്ടർക്ക് ഇങ്ങനെയുള്ള കേസുകൾ കൈമാറാറുള്ളൂ. എന്നാൽ ഇവിടെ ഡേവിഡിന്റെ ഇത് വളരെ സ്പെഷ്യൽ കേസാണ്. ഒരാഴ്ച നോക്കിയപ്പോൾ തന്നെ ഇവർക്ക് മതിയായി. അതുകൊണ്ട് മിടുക്കിയായ തന്റെ മകൾ ക്യാരയെ ഈ കേസ് ഏൽപ്പിക്കുവാണ് ഡോക്ടർ ഹാർഡിങ്. ക്യാരയ്ക്ക് വേറെ 100 കൂട്ടം പണിയുണ്ട്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് പോലും ഒരു അത്യാവശ്യം വന്നാൽ അവളെയാണ് വിളിക്കുന്നത്. സാധാരണ ഇങ്ങനെയുള്ള സില്ലി കേസുകളൊന്നും പുള്ളിക്കാരി എടുക്കാത്തതാണെങ്കിലും അവളുടെ അച്ഛന്റെ നിർബന്ധം കാരണം പുള്ളിക്കാരി ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തേക്കാവെന്ന് കരുതി ഡേവിഡിനെ മീറ്റ് ചെയ്യാൻ ചെന്നു. ഇതാണ് ഡേവിഡ്. വീൽ ചെയറിലാണ്, ആൾക്ക് കാലിന് സ്വാധീനമില്ല. ഈ റൂമിലിരുന്ന് ക്യാരയും ഡേവിഡും സംസാരിക്കുന്നതൊക്കെ തൊട്ടപ്പുറത്തിരുന്ന് നമ്മുടെ ക്യാരയുടെ അച്ഛന് കാണാൻ പറ്റും. ഹായ് ഡേവിഡ്, എൻ്റെ പേര് ഡോക്ടർ ക്യാര, നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, നിനക്ക് ഓക്കെ ആണല്ലോ അല്ലേ? ഓ ഹായ് ഡോക്ടർ, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളേ? ചോദിച്ചോളൂ. നിങ്ങൾ ലൈഫ് ലോങ് ഇങ്ങനെ വീൽ ചെയറിലായിരുന്നോ? അല്ല ഡോക്ടർ, എനിക്കിതൊരു ആക്സിഡന്റ് പറ്റിയതാണ്. ഓ ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ എത്ര വിൻഡോസ് ഉണ്ട്? ഡേവിഡ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്, അത് പിന്നെ 10 വിൻഡോസ് ഉണ്ട് ഡോക്ടർ. പിന്നെ ഒരു സ്റ്റാർ ഷേപ്പ്ഡ് വിൻഡോ പോലെ ഒരെണ്ണം ഉണ്ട്, ബട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെറുപ്പത്തിൽ വീട്ടിൽ എത്ര വിൻഡോസ് ഉണ്ടെന്നൊക്കെ എണ്ണുമായിരുന്നല്ലേ? എങ്ങനെയാ, വീടിനകത്തോടെ നടന്ന് എണ്ണുമായിരുന്നോ അതോ പുറത്ത് പോയിട്ട് എണ്ണുവോ? അത് അകത്ത് തന്നെ ആയിരിക്കും ഡോക്ടർ, പുറത്ത് ഭയങ്കര വാമാണ്. ഓ അങ്ങനെയാണോ? ഡേവിഡ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയണം. ക്യാരയും ഓരോരോ ഇമേജസ് കാണിച്ചു. ഇത് കാണുമ്പോൾ പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും. ഓരോ വ്യക്തികളുടെ മെന്റൽ സ്റ്റേജ് അനുസരിച്ചായിരിക്കും അവർ ഇതിൽ നിന്ന് ഓരോന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡേവിഡും അവൻ ഈ ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡോക്ടർക്ക് പറഞ്ഞു കൊടുത്തു. ദെൻ ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ ഉള്ള സർക്കിൾസ് കാണിച്ചു കൊടുക്കും. പ്രത്യേക കളേഴ്സിലായിരിക്കും അത് ഒരുക്കിയിട്ടുണ്ടാവുക. ഇതും പലർക്കും പല രീതിയിലായിരിക്കും കാണുക. ചിലർക്ക് ഇതിൽ എക്സാക്ട് നമ്പേഴ്സ് കാണാൻ പറ്റും, ചിലർക്ക് വേറെ എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും കാണുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിത്രമായിരിക്കാം. മറ്റു ചിലർക്ക് ഇതിൽ ഒന്നും കാണാൻ പറ്റത്തില്ല, ജസ്റ്റ് കുറേ ഡോട്ട്സ് മാത്രമേ കാണാൻ പറ്റൂ. പേഴ്സൺ ടു പേഴ്സൺ ഇത് മാറിക്കൊണ്ടിരിക്കും. ഓരോരുത്തരുടെ കാഴ്ചക്കനുസരിച്ച്, ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ഇതിൽ ഡിഫറൻസ് വരും. എസ്പെഷ്യലി കളേഴ്സിന്റെ ബേസിൽ എല്ലാവർക്കും എല്ലാ കളറും കാണാൻ പറ്റണമെന്നില്ലല്ലോ. ചിലർക്ക് ചില കളറുകൾ കാണാൻ പറ്റത്തില്ല, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ സർക്കിൾസ് മുഴുവൻ കുറേ ഡോട്ട്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇതിലെ എക്സാക്ട് നമ്പേഴ്സ് ഒന്നും കാണാൻ പറ്റണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഡേവിഡിനോട് ഓരോരോ സർക്കിൾസിലെ നമ്പർ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ എല്ലാ നമ്പരും കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ക്യാരയുടെ അച്ഛൻ്റെ അടുത്ത് ഇരുന്നു. അച്ഛാ, ശരിക്കും നിങ്ങൾ ഈ ഡേവിഡിനെ കാണാൻ വേണ്ടി തന്നെയാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇയാളാണോ നിങ്ങളുടെ പേഷ്യന്റ്? ഇയാൾ ഓക്കെ ആണല്ലോ, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നീ അങ്ങനെ പറയും, ഇനി നടക്കാൻ പോകുന്നേ കണ്ടോ എന്നും പറഞ്ഞ് ഇവളുടെ അച്ഛൻ ഡേവിഡ് ഇരിക്കുന്ന അവിടെയുള്ള ഫോണിലേക്ക് വിളിക്കുന്നു. ആ റൂമിൽ ഇപ്പോൾ ഡേവിഡ് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഫോൺ എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്തു. ഹലോ, ഇത് ഡോക്ടർ ഹാർഡിങ് ആണ്. ആദം അവിടെ ഉണ്ടോ? അതിന് ഡേവിഡിന്റെ മറുപടി, ആദമോ? ഇല്ല, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ആ കാഴ്ച കണ്ട് നമ്മുടെ ക്യാര അങ്ങ് ഞെട്ടിപ്പോയി. എന്താ അച്ഛാ ഇപ്പൊ സംഭവിച്ചേ? ആ റൂമിനുള്ളിൽ ഇത്രയും നേരം ഡേവിഡ് ആയിരുന്നവൻ ഫോണിലൂടെ, ഹായ്, ഇത് ആദമാണ്. എന്താ ഡോക്ടർ നിങ്ങൾക്ക് വേണ്ടേ? ആദം, എന്റെ കൊളീഗിന് നിന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടട്ടെ? അവനും സമ്മതിച്ചു. അങ്ങനെ വീണ്ടും നമ്മുടെ ക്യാര അവനോട് സംസാരിക്കാൻ ചെന്നു. മുമ്പ് കണ്ടുപരിചയമേ ഇല്ലാത്ത പുതിയൊരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ ആദം, ഹായ്, നിങ്ങൾ ഡോക്ടർ ഹാർഡിങ്ങിന്റെ മകളല്ലേ? നിങ്ങളുടെ ഹസ്ബൻഡ് കൊല്ലപ്പെട്ടതാണല്ലേ? നിങ്ങളുടെ അച്ഛൻ എന്നോട് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സംഭവം എങ്ങനെയാണെന്ന് വിവരിക്കാൻ പറ്റൂ? അത് 3 വർഷം മുമ്പ് ക്രിസ്മസ് ഈവില് പള്ളി കഴിഞ്ഞ് വരുന്ന വഴി ഒരു മോഷ്ടാവ് അദ്ദേഹത്തിന്റെ കഴുത്തറുത്തു. ഓ അങ്ങനെയാണല്ലേ?
അല്ലേ? ഞാൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഡോക്ടർ? ഹേയ്, ഒന്നും കുഴപ്പമില്ല ആദം. ഞാനിത് ഒരുപാട് തവണ ഒരുപാട് പേരോട് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇതെനിക്ക് ശീലമാണ്. അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിന്റെ വീട്ടിൽ എത്ര വിൻഡോസ് ഉണ്ട്? ഇത്തവണ ആദം അധികം ഒന്നും ആലോചിക്കാതെ 1 എന്ന് പറഞ്ഞു. ഒരൊറ്റ വിൻഡോ മാത്രമേ ഉള്ളൂ, വേണേ വിൻഷീൽഡും കൂടെ കൗണ്ട് ചെയ്താൽ 2 എണ്ണം ഉണ്ടാവുമെന്ന്. ദെൻ ക്യാരി ഇവനെ നേരത്തെ ഡേവിഡിനെ കാണിച്ചു കൊടുത്ത അതേ ഫോട്ടോസൊക്കെ കാണിക്കുമ്പോൾ ഇത്തവണ അവൻ നേരത്തെ പറഞ്ഞ ഉത്തരമേ അല്ല പറയുന്നത്. അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ മറ്റു കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ആ സർക്കിൾസിലുള്ള നമ്പേഴ്സ് കാണിച്ചു. അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നും നേരത്തെ ഡേവിഡ് ആൻസർ ചെയ്ത നമ്പർ ഒന്നും ഇപ്പോൾ ആദം ആൻസർ ചെയ്യുന്നില്ല. അത് വെറും സർക്കിൾസ് ആണ്, അതിൽ നമ്പർ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നാണ് അവൻ പറയുന്നത്. ദെൻ ക്യാരതെ ഇതുപോലെ ഒരു സർക്കിൾ കാണിക്കും. ഇതിൽ നമ്പേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവൻ അതിൽ 7 എന്ന നമ്പർ ഉണ്ടെന്ന് പറയുന്നു. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ആക്ച്വലി അതിൽ 7 എന്ന നമ്പർ ഉണ്ട്. ഒരു റെഡ് ട്രാൻസ്പെറന്റ് കാർഡിലൂടെ നോക്കുമ്പോൾ അതിലെ 7 എന്ന നമ്പർ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് റെഡ് കളർ കാണാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിലുള്ള നമ്പേഴ്സ് കാണാൻ പറ്റൂ. ക്യാര ആദമിനോട് നിനക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ ചോദിക്കുമ്പോൾ അവന് റെഡ് കളർ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സോ സംഭവം സീരിയസ് ആണ്. ഇവന്റെ ഉള്ളിൽ 2 പേഴ്സണാലിറ്റി ഉണ്ട്. തൽക്കാലം ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു. നമ്മുടെ ഹീറോയിൻ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ആദം എഴുന്നേറ്റ് നിൽക്കുന്നു. അതായത് ഡേവിഡിന്റെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് മാത്രമേ കാലിന് പ്രശ്നമുള്ളൂ, ആദമിന് പ്രശ്നമൊന്നുമില്ല. ശരിക്കും ഇത് മൊത്തത്തിൽ അമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ക്യാരക്ടറിന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, മറ്റൊരാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പറ്റില്ല, മറ്റേ ആൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു ശരീരത്തിൽ തന്നെയാണ് ഇവർ രണ്ടാളും ഉള്ളത്. എന്നിട്ടും ഈ 2 പേഴ്സണാലിറ്റീസിന് ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ടാകുന്നത് ക്യാരയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈവൻ ഇത്രയും നാളത്തെ പുള്ളിക്കാരുടെ പഠനത്തിൽ നിന്ന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു സംഭവമേ ഇല്ലെന്നാണ് അവൾ വിചാരിക്കുന്നതെങ്കിലും ഇവിടെ ഉള്ള ഞെട്ടിപ്പോയി. ആദമെന്നും ഡേവിഡെന്നും 2 പേഴ്സണാലിറ്റി ഒന്നുമില്ല, ഇതൊരൊറ്റ പേഴ്സൺ ആണ്. പിന്നെ ഇങ്ങനെ 2 രീതിയിൽ പെരുമാറുന്നത് ഒന്നുകിൽ ഈ പേഷ്യന്റ് അഭിനയിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ നേഴ്സിന്റെ പ്രശ്നമായിരിക്കാം എന്നാണ് ഡോക്ടറിന്റെ ഒരു നിഗമനം. അല്ല അച്ഛാ, ഇതിൽ ആദമല്ലേ മെയിൻ? ഡേവിഡ് അവന്റെ പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്തിനാ ആദ്യം എനിക്ക് ഡേവിഡിനെ പരിചയപ്പെടുത്തി ആദത്തിനെ പരിചയപ്പെടുത്തിയാൽ പോരായിരുന്നു? അതിലൊരു ത്രില്ലില്ല മോളെ, നിന്നെ മാത്രം ഞെട്ടിച്ചാൽ മതിയോ? സിനിമ കാണുന്ന എല്ലാവരെയും ഞെട്ടിക്കണ്ടേ? ഇതിനൊക്കെ ശേഷം ക്യാര അവളുടെ വീട്ടിലെത്തി. അങ്കിളും മോളും കൊട്ടും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഒരേ വൈബ്. അല്ലെങ്കിൽ അങ്കിളും നീസും ഒക്കെ വൻ കോംബോ ആണ്. എനിക്കുണ്ട് ഇതുപോലെ 8 വയസ്സായ ഒരു നീസ്. കുട്ടിക്ക് മെച്യൂരിറ്റി കൂടിപ്പോയതാണോ ഞാൻ മെച്യൂർ അല്ലാത്തതാണോ, ഏതായാലും ഞങ്ങൾ അടിപൊളിയാണ്. വാട്ടെവർ. ഇവിടെ നമ്മുടെ സ്റ്റെഫൻ, നമ്മുടെ ക്യാരയുടെ ബ്രദർ, മ്യൂസിക്സ്, വീഡിയോ എഡിറ്റിംഗ്, റെക്കോർഡിംഗ് ഇതുപോലെയുള്ള ചില്ലറ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ചില്ലറ പരിപാടിയല്ല, ആളിതിലൊന്നും ഭയങ്കര പ്രൊഫഷണൽ അല്ല, എന്നാലും ആൾക്ക് ഇതൊക്കെ അറിയാം. അവിടുന്ന് ക്യാര അവളുടെ മകളെയും വിളിച്ച് നേരെ പുള്ളിക്കാരുടെ വീട്ടിലെത്തി. അന്ന് രാത്രി ക്യാര ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഹോസ്പിറ്റലിലുള്ള നമ്മുടെ ആദമുണ്ടല്ലോ, വീൽ ചെയറിലിരിക്കുന്ന പുള്ളിക്കാരൻ അവന്റെ പുറത്തിങ്ങനെ മാന്തുന്നതായിട്ട്. നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് ആദമിനോട് സംസാരിച്ചപ്പോഴും അവൻ അവന്റെ പുറത്തിങ്ങനെ മാന്തുന്ന ഇവള് ശ്രദ്ധിച്ചിരുന്നു. ഡേവിഡിന് ഇങ്ങനെ ഒരു ശീലമില്ല. ഡേവിഡ് വളരെ അടക്കം ഒതുക്കമുള്ളവനാണ്. എന്തെങ്കിലും ചോദിച്ചാൽ കറക്റ്റായിട്ട് അതിനുള്ള മറുപടി മാത്രം പറയും. ആദമാണെങ്കിലോ ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പുറത്തിങ്ങനെ മാന്തുന്ന ഈ സ്വഭാവം ആദമിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ആദം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. രാത്രി ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ട് എഴുന്നേറ്റ് ക്യാര അവളുടെ അച്ഛൻ അവളെ ഏൽപ്പിച്ചിരുന്ന ആദമിന്റെ ഫയലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഡോക്ടർ ഹാർഡിങ് അവനുമായി സംസാരിച്ചതിന്റെ വീഡിയോ റെക്കോർഡിംഗ്സ് ഒക്കെ ഉണ്ട്. ഡോക്ടർ ഹാർഡിങ് ആദമിനോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആദം തിരിച്ചും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹാർഡിങ്ങിന്റെ മകൾ ക്യാരയെ പറ്റിയൊക്കെ അങ്ങനെയാണ് അവൻ മനസ്സിലാക്കുന്നത്. ഇവളുടെ ഹസ്ബൻഡ് കൊല്ലപ്പെട്ടതാണെന്നൊക്കെ ഡോക്ടർ ഹാർഡിങ് പറഞ്ഞു കൊടുക്കുന്നതിന്റെയൊക്കെ വിഷ്വൽസ് ഉണ്ട്. ഡേവിഡ് എന്ന പേഴ്സണാലിറ്റിയിൽ നിന്ന് ആദം എന്ന പേഴ്സണാലിറ്റിയിലേക്ക് അവൻ മാറുന്നതും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ, തലയൊക്കെ ഇങ്ങനെ പുറകോട്ടാക്കി ഒരുമാതിരി വിയേർഡ് ആയിട്ടുള്ള കോലത്തിൽ, വായ്ക്ക് ഒരുമാതിരി വലിച്ച് തുറന്ന ശരീരം ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ആദമായി മാറുന്നത്. എവറി ടൈം ഈ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിൽ നിന്നൊരു അനുമാനത്തിലെത്താലോ, ഇങ്ങനെ ഇവൻ ബോഡി വല്ലാണ്ട് അങ്ങ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവന്റെ നെർവ്സിനിടയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നു. അത് കാരണം ഇവന്റെ ഓർമ്മകൾക്കും ചിന്തകൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള മാറ്റം വരുന്നത് കാരണമാണ് ഇവൻ ഈ 2 പേഴ്സണാലിറ്റി ഉള്ള പോലെ തോന്നുന്നത്, അല്ലെങ്കിൽ 2 പേഴ്സണാലിറ്റിയിൽ സംസാരിക്കുന്നത് എന്ന് പറയാലോ. ഏതായാലും ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ച നമ്മുടെ ക്യാര ചാർലി എന്ന ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ആദം അഥവാ ഡേവിഡ് ആദ്യം ഇദ്ദേഹത്തിന്റെ പേഷ്യന്റ് ആയിരുന്നു. അവന്റെ പ്രശ്നം എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഡോക്ടർ ഹാർഡിങ്ങിന്റെ അടുത്തേക്ക് അവനെ വിടുന്നത്. വഴിയരിയിൽ വീണ് കിടന്ന ആദമിനെ പോലീസുകാരാണ് ചാർലിയുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. വെള്ളമടിച്ച് ബോധമില്ലാതെ വീണ് കിടന്നതൊന്നുമല്ല, അവന് നടക്കാൻ പറ്റുന്നില്ല, അവന്റെ കാലിന് സ്വാധീനമില്ലെന്ന് പറഞ്ഞാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. കാരണം ആ സമയം അവൻ ഡേവിഡ് ആയിരുന്നു. കാലിന് സ്വാധീനമില്ലാത്ത, കാൽ അനക്കാൻ പറ്റാത്ത ഇവൻ കുറച്ച് സമയത്തിനുള്ളിൽ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവൻ ആദമായി മാറി. അങ്ങനെയാണ് ഇത് വലിയ പ്രശ്നം എന്തോ ആണെന്ന് മനസ്സിലാക്കി ഡോക്ടർ ചാർലി ഡോക്ടർ ഹാർഡിങ്ങിന്റെ അടുത്തേക്ക് അവനെ അയക്കുന്നത്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് ക്യാര ചോദിക്കുന്നത്, ഡോക്ടർ അത് പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കണ്ണിന് മാത്രം കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആരെങ്കിലും ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ചാർലിയുടെ മറുപടി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെന്നാണ്. ഒരു കണ്ണിന് മാത്രം കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരു കണ്ണിൽ മാത്രം വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കണ്ടീഷനെ കളർ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ജനറ്റിക്കലി കളർ ബ്ലൈൻഡ് ആണെങ്കിൽ മോസ്റ്റ്ലി 2 കണ്ണിലും ഒരേപോലെ വരത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ കാരണം ഒരു കണ്ണിന് മാത്രം പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണിന്റെ മാത്രം വിഷനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും, കുറച്ച് ഡിക്രീസ് ഓർ ഇൻക്രീസ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില കളേഴ്സ് ആ ഒരു ഇന്റൻസിറ്റിയിൽ കാണാൻ പറ്റണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ആദമിന്റെയും ഡേവിഡിന്റെയും പാസ്റ്റിൽ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഡേവിഡിന്റെ പാസ്റ്റിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അവന്റെ കണ്ണിനെ ഒന്നും അഫക്ട് ചെയ്തതായിട്ട് പറയുന്നില്ല. ഓൾദോ ഡേവിഡ് എന്നതാണ് ഓൾട്ടർനേറ്റീവ്. ഡേവിഡിനുണ്ടായ ആക്സിഡന്റ് എന്ന് പറയുന്നത് ആദമിന്റെ ആ ബോഡിയിലല്ല ഉണ്ടായിട്ടുള്ളത്. അത് അവന്റെ മൈൻഡിലാണ്, ഇമാജിനേഷനാണ്, അവന്റെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ മാത്രം പ്രത്യേകതയാണല്ലോ. വാട്ടെവർ. ആദം കളർ ബ്ലൈൻഡ് ആവാനുള്ള സാധ്യതയുമില്ലെന്ന് മനസ്സിലാക്കിയ ക്യാര ഡോക്ടർ ചാർലിയോട് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫയൽസ് ആവശ്യപ്പെടുന്നുണ്ട്. ആദമിനെ പറ്റിയുള്ളത് അദ്ദേഹവും അത് ഫാക്സ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ക്യാര അവിടെ നിന്ന് എണീറ്റ് മാറിക്കഴിഞ്ഞാണ് നമുക്ക് ഡോക്ടർ ചാർലിയുടെ കഴുത്തിന് പുറവശം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, അത് സ്കിന്നൊക്കെ ഒരുമാതിരി അഴുകിയിരിക്കുന്നു. പുള്ളി അവിടെ ഇങ്ങനെ ചൊറിയുന്നുണ്ട്. പുള്ളിക്ക് എന്തോ രോഗമാണ്. ദെൻ നമ്മുടെ ക്യാര
നേരെ ഇതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലി എന്ന ഡോക്ടറിനെ അടുത്തിരുന്നു. ആദമിനെ ആദ്യമായി ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവന്റെ എക്സ്റേ എടുത്തിരുന്നു. ആദം എന്ന ക്യാരക്ടറിന്റെയും എക്സ്റേ എടുത്തിരുന്നു. അതേപോലെ തന്നെ ഡേവിഡ് എന്ന പേഴ്സണാലിറ്റിയുടെയും എക്സ്റേ എടുത്തിരുന്നു. ഇത് രണ്ടും ഒരു ശരീരമാണെങ്കിലും രണ്ട് എക്സ്റേസിലും വ്യത്യാസമുണ്ട്. സ്പൈനൽ കോഡിലെ വ്യത്യാസം പ്രകടമായിട്ട് കാണാൻ പറ്റും. ഇതുവരെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ക്യാരയും ആകെ കൺഫ്യൂസ്ഡ് ആണ്. എന്നിരുന്നാലും ഇങ്ങനെ മറ്റൊരു പേഴ്സണാലിറ്റി ഉണ്ടെന്നൊന്നും വിശ്വസിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല. മറ്റെന്തോ പ്രശ്നമാണ്. ആദമാണ് ഒറിജിനൽ. എന്തുകൊണ്ടോ ഡേവിഡിനെ അവൻ ഇമാജിൻ ചെയ്യുന്നു. ഡേവിഡിന്റെ പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ ഡേവിഡ് എന്നൊരു ക്യാരക്ടർ ഉള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. ദെൻ ഹീറോയിൻ അവളുടെ കാറിലിരുന്ന് ഡേവിഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ വായിച്ച് നോക്കുവാണ്. ഡേവിഡിനെ പറ്റി വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെ പെട്ടെന്ന് ആദ്യം ഉള്ള കാറിനടുത്ത് വന്നു. ഹീറോയിൻ അങ്ങ് പേടിച്ചു പോയി. ഓ ഡോക്ടർ, സോറി, ഞാൻ നിങ്ങളെ പേടിപ്പിക്കണമെന്ന് എഴുതി ചെയ്തതല്ല. ആക്ച്വലി നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുവാണെന്ന് എനിക്കറിയാം. അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ ശരി എന്ന് പറഞ്ഞ് ക്യാര കാറും എടുത്ത് പോകുമ്പോൾ അവനിങ്ങനെ ഒരുമാതിരി ഇവളെ തന്നെ നോക്കി നിൽക്കുന്നതും കാണാം. ഇതിനൊക്കെ ശേഷം ക്യാര ഡേവിഡിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. ഇയർ ബുക്ക് ഒക്കെ എടുത്ത് ഡേവിഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. ഈ കാണുന്ന ഈ പുള്ളിക്കാരനാണ് ഡേവിഡ്. അതെ, ശരിക്കും ഡേവിഡിന് ഒരു പേഴ്സൺ ഉണ്ട്. ആദമും ഇയാളുമായിട്ട് എന്ത് ബന്ധമെന്നറിയില്ല. ഇതുവരെ ആദം ഡേവിഡിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഡേവിഡായിട്ട് അവൻ സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഡേവിഡിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം ഹീറോയിൻ തിരികെ അവളുടെ വീട്ടിൽ ചെന്നു. സാമിയുടെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ സാമിയെ കെട്ടിപ്പിടിച്ച് ക്യാരി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. സാമിക്കാണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടമല്ല. പുള്ളിക്കാരി ദൈവം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് വിശ്വാസിയായിരുന്നു. ഇവളുടെ അച്ഛന്റെ കൊലപാതകത്തിന് ശേഷം കൊച്ചിന് വിശ്വാസം നഷ്ടപ്പെട്ടു. ദെൻ സാമിയെ കിടത്തി ഉറക്കി കഴിഞ്ഞ് CC ഡോക്ടർ ചാർലിയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ ഫാക്സ് അയക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും അയച്ചിട്ടില്ല. ആദവിനെ പറ്റിയും ഡേവിഡിനെ പറ്റിയൊക്കെ ഇവള് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ചാർലിയെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരുമാതിരി അങ്ങ് ചുമച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് സംസാരിക്കുന്നത്. ദേ കണ്ടില്ലേ, പുള്ളിക്കാരന്റെ പുറം മുഴുവൻ ഒരുമാതിരി അങ്ങ് വികൃതമായിട്ടുണ്ട്. ഇത്രയും മോശം അവസ്ഥയിലൂടെയാണ് ഇങ്ങനെ പോയത്. ഇതുവരെ ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. കോൾ അങ്ങോട്ട് കട്ട് ചെയ്തതും ചാർലി ഛർദ്ദിക്കുന്നു. അതും മണ്ണ് ഛർദ്ദിക്കുന്നു. ഇതേസമയം തന്നെ അദ്ദേഹം ഇരിക്കുന്ന മുറിയിലൂടെ ആരോ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നതും കാണാം. ശരിക്കും എന്തായിരിക്കും ചാർലിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? പുറമൊക്കെ ഇത്രയും വികൃതമായ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ മണ്ണ് ഛർദ്ദിക്കുന്നു. അതും പോരാഞ്ഞിട്ട് ആരോ അയാളുടെ വീട്ടിലുണ്ട് താനും. എന്തായാലും അദ്ദേഹം അപകടത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശേഷം ഡേവിഡ് എന്ന പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അന്വേഷണം നടത്തി ആ റിയൽ പേഴ്സണെ കണ്ടെത്തി അവരുടെ അഡ്രസ്സിലേക്ക് പോകുന്ന നമ്മുടെ ഹീറോയിനാണ് കാണിച്ചു തരുന്നത്. എങ്ങനെ ആദമിന് ഡേവിഡിനെ അറിയാം? ഇവര് സുഹൃത്തുക്കളായിരുന്നു. ഡേവിഡിനെ പറ്റി അത്രയും വിശദമായിട്ട് ആദം സംസാരിക്കുന്നുണ്ട്. ഡേവിഡ് ആദമിന്റെ ഉള്ളിലുള്ള ഒരു പേഴ്സണാലിറ്റി മാത്രമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതൊരു റിയൽ പേഴ്സൺ ആവാൻ പറ്റും? ഓൾറെഡി ജീവിച്ചിരുന്ന ഒരു വ്യക്തി എങ്ങനെ മറ്റൊരാളുടെ പേഴ്സണാലിറ്റി ആയി വരും? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുമായി നമ്മുടെ ക്യാര നേരെ ഡേവിഡിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ഡേവിഡിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇവള് പുള്ളിക്കാരുടെ അടുത്ത് നിന്ന് ഹായ്, ഞാൻ ഡേവിഡിനെ തിരക്കി വന്നതാ എന്ന് പറഞ്ഞപ്പോൾ ഡേവിഡ്, നീ അവന്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത് എന്ന് അവന്റെ അമ്മ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ നിൽക്കുന്നത് ഡേവിഡിനെ കുഴിച്ചിട്ടതിന്റെ മുകളിലാണ്, അവന്റെ കല്ലറയുടെ മുകളിലാണ്. ഡേവിഡ് മരിച്ചിട്ട് വർഷങ്ങളായി. 1982 അവൻ മരിച്ചതാണ്. 1979 ഡേവിഡിന് ആക്സിഡന്റ് ഉണ്ടായി അവന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെടുന്നത്. ആ അവസ്ഥയിൽ നിന്ന് റിക്കവറായി പുറത്തു വരാൻ ഡേവിഡ് ഒരുപാട് ശ്രമിച്ചു. പലതരം ചികിത്സാ രീതികളിലൂടെ കടന്നുപോയി. തന്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായതും ഡേവിഡ് ദൈവത്തെ വെറുക്കാൻ തുടങ്ങി. ദൈവത്തിലുള്ള അവന്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. പൂർണ്ണമായും സയൻസിൽ വിശ്വസിച്ച് തന്റെ കാല് ഭേദമാക്കാനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് 1982 ആരൊക്കെയോ ചേർന്ന് അവനെ അബ്യൂസ് ചെയ്യുന്നത്. അവനെ പിടിച്ചുകൊണ്ട് മലനിരകളിൽ പോയി വളരെ ക്രൂരമായി ഉപദ്രവിച്ച് അവനെ കൊലപ്പെടുത്തുന്നത്. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ഡേവിഡിന് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അല്ലറി വിളിച്ച് കരയാൻ മാത്രമേ അവനെ കൊണ്ട് പറ്റിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവന്റെ അമ്മ വിഷമിച്ചിങ്ങനെ കരയുന്നുണ്ട്. ക്യാരി ഒരു ഡോക്ടറാണെങ്കിലും ഡേവിഡിനെ ഫേസ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കാരി അങ്ങ് സ്റ്റക്കായി പോയി. ഡേവിഡിന്റെ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഇവൾക്ക് പോലും അറിഞ്ഞൂടാ. പുള്ളിക്കാരി അത്രയധികം വിഷമിച്ച് കരയുന്നുണ്ട്. ദെൻ അതിനൊക്കെ ശേഷം ക്യാരി അവളുടെ അച്ഛൻ ഹാർഡിങ്ങിനെ മീറ്റ് ചെയ്ത് കണ്ടെത്താൻ സാധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. 1982 ഡേവിഡ് മരണപ്പെടുമ്പോൾ ഇവരുടെ ഹോസ്പിറ്റലിലുള്ള ആദവിന് ആകെ 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതായത് ഡേവിഡിന് ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ആദവിന് 3 വയസ്സേ ഉള്ളൂ. ഈ ഒരു കാലയളവിൽ എങ്ങനെയാണ് ഡേവിഡിനെ പറ്റി ഇത്രത്തോളം ഡീറ്റെയിൽസ് ആദവിന് മനസ്സിലാക്കാൻ പറ്റിയത്? ഡേവിഡിന്റെ വീട്ടിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആദം പറയുന്നുണ്ട്. അതായത് വെറും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല, ഇതിൽ മറ്റെന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിലവിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് അന്ന് ഡേവിഡ് ഇങ്ങനെ മരിച്ചപ്പോൾ അത് മീഡിയാസ് ഒക്കെ വലിയ രീതിയിൽ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. TV ചാനൽസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ വിശദമായിട്ട് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ആദം പിൽക്കാലത്ത് എപ്പോഴും അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവനെ പറ്റി പറയുന്നതാവാം എന്നാണ്. ഇങ്ങനെയാണ് ക്യാരയുടെ അഭിപ്രായം. അപ്പോൾ അവളുടെ അച്ഛൻ, ശരി നീ പറയുന്ന പോലെ ആദം ഡേവിഡിനെ പറ്റി ന്യൂസിലൂടെയൊക്കെ മനസ്സിലാക്കിയിരിക്കാം. പിന്നെ എന്തിനാണ് അവൻ അതൊരു പേഴ്സണാലിറ്റി പോലെ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അതിന്റെ റീസൺ എന്താവും? അച്ഛൻ നിങ്ങളുടെ പേഴ്സ് തന്നേ. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സിൽ അമ്മയുടെ ഫോട്ടോ എപ്പോഴും വെച്ചേക്കുന്നത്? അത് അവളുടെ ഫോട്ടോ കാണുമ്പോൾ അവളുടെ കൂടെ ജീവിച്ചിരുന്ന സമയത്തെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഓർക്കും. ആ ഒരു ഓർമ്മകൾ എനിക്ക് ഇഷ്ടമാണ്. യെസ്, എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ് ആദമിന് ഡേവിഡും. ഡേവിഡിനെ പറ്റി ആദം മനസ്സിലാക്കിയപ്പോൾ എന്തുകൊണ്ടോ അവന്റെ തോട്ട്സ് ഒക്കെ ക്യാരി ചെയ്യണമെന്ന് ആദമിന് തോന്നിയിട്ടുണ്ടാവും. ആദം ഡേവിഡിനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഇതാണ് എന്റെ തിയറി. നിന്റെ തിയറി ഒക്കെ കൊള്ളാം, ബട്ട് ഇത് പ്രൂവ് ചെയ്യണ്ടേ? എങ്ങനെ പ്രൂവ് ചെയ്യും? അതിനും ക്യാരയ്ക്ക് പ്ലാൻ ഉണ്ട്. ഡേവിഡിന്റെ അമ്മയെ കൊണ്ടുവരിക. പുള്ളിക്കാരിയെ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ആദം നിർത്തുന്നുണ്ട്, അവൻ നിങ്ങളുടെ മകൻ ഡേവിഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി അവനൊരു പേഷ്യന്റ് ആണ്. അവന്റെ അസുഖം ഭേദമാക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഡേവിഡിന്റെ അമ്മയും സഹകരിക്കാവുന്ന ഏറ്റു. അങ്ങനെ ആദമിനെ ആ റൂമിൽ കൊണ്ടുവന്നു. ആദമിന് ഈ മുന്നിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് ഒരു ഐഡിയയുമില്ല. ദെൻ ഇവിടെ ഇരിക്കുന്ന ഫോണിലേക്ക് ഡോക്ടർ ഹാർഡിങ് വിളിക്കുവാണ്. ഫോൺ കുറേ തവണ റിംഗ് ആയിട്ടും ക്യാരയോ ഡേവിഡിന്റെ അമ്മയോ ഫോൺ എടുക്കുന്നില്ല. അന്നേരം ആദം ഫോൺ എടുത്തു. ഡോക്ടർ ഹാർഡിങ് അവനോട് ഡേവിഡിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദം എന്ന ക്യാരക്ടർ മാറി ഡേവിഡ് എന്ന ക്യാരക്ടർ പുറത്തു വന്നു. തൊട്ടു മുന്നിലിരിക്കുന്നത് തന്റെ അമ്മയാണെന്ന് ഡേവിഡ് തിരിച്ചറിയുന്നുണ്ട്. ഡേവിഡിന്റെ അമ്മയാവട്ടെ, നീ ആരാ? എന്റെ മകൻ മരിച്ചുപോയതാണ്. അമ്മ
നിങ്ങൾ എന്താ പറയുന്നേ? ഞാനല്ലേ നിങ്ങളുടെ മകൻ, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല. ആരാ നീ എന്റെ മകനൊന്നുമല്ല. അമ്മ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനല്ലേ നിങ്ങളുടെ മകൻ എന്നൊക്കെ ചോദിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് ഡേവിഡിനും അവന്റെ അമ്മയ്ക്കും മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഇത് ക്യാരയെയും ഡേവിഡിന്റെ അമ്മയും ഞെട്ടിച്ചു കളഞ്ഞു. കാര്യം ഡേവിഡിനും അവന്റെ അമ്മയ്ക്കും മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ പോലും ഡേവിഡ് ഇവിടെ പറയുന്നുണ്ട്. ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും പത്രത്തിലൂടെയും ന്യൂസിലൂടെയും അറിഞ്ഞിട്ട് പറയുന്നതാവാനുള്ള ഒരു സാധ്യതയുമില്ല. ഇതെല്ലാം കൂടെ കണ്ട് സഹിക്കാൻ പറ്റാതെ ഡേവിഡിന്റെ അമ്മ ആദമിനെ അടിച്ചിട്ട് അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. കാര്യം പുള്ളിക്കാരി നോക്കുമ്പോൾ മുന്നിലിരിക്കുന്നത് തന്റെ മകനല്ല, തന്റെ മകൻ മരണപ്പെട്ടതാണ്. പക്ഷേ എക്സാക്ട്ലി തന്റെ മകൻ സംസാരിക്കുന്ന പോലെ അവനും തനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ പോലും ഇവൻ സംസാരിക്കുന്നു. ഇതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് പറ്റിയില്ല. ഡേവിഡിനെ അടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോയി. ഇതെല്ലാം കാരണം ഒരുപാട് കൺഫ്യൂസ്ഡ് ആയ നമ്മുടെ ക്യാരി ആവട്ടെ ഡേവിഡിനെയും കൊണ്ട് അവൻ കൊല്ലപ്പെട്ട ആ മൗണ്ടൻസിലേക്ക് പോവാണ്. ആദം ഡേവിഡ് എന്ന പേഴ്സണാലിറ്റിയിലായതുകൊണ്ട് തന്നെ അവനെ വീൽ ചെയറിൽ കൊണ്ടുപോകണം. ഇവരുടെ കൂടെ ഹോസ്പിറ്റലിൽ ഒരു വർക്കർ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഹീറോയിനും ഡേവിഡും മാത്രമാണ് മൗണ്ടൻസിലേക്ക് കയറി പോകുന്നത്. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ കൂടെയുള്ള വ്യക്തിയെ വിളിക്കാമെന്ന് മാത്രം പറഞ്ഞിട്ട് ഹീറോയിൻ ഡേവിഡിനെയും കൊണ്ട് കയറിപ്പോയി. മൗണ്ടൻസിൽ ഡേവിഡിന്റെ ശരീരം കിട്ടിയ ആ സ്ഥലത്ത് നിന്ന് ഡേവിഡ് കൊല്ലപ്പെട്ട് കിടന്ന് അവിടെ ചെന്ന് ഇവിടെ നിനക്ക് ഓർമ്മയുണ്ടോ, എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ചുറ്റുപാട് നോക്കുന്ന ഡേവിഡ് അന്ന് രാത്രി ഇവൻ കൊല്ലപ്പെട്ട ആ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതിയെ റീകളക്ട് ചെയ്തെടുക്കുന്നു. അന്ന് രാത്രി സമയമാണ് ഇവൻ കൊല്ലപ്പെടുന്നത്. ദൂരെ നിന്ന് ആരോ ഒരാൾ ഇവനെ കൊല്ലാനായിട്ട് ഇവന്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ടൊക്കെ ഇവന് മനസ്സിലാക്കാൻ പറ്റിയിട്ട് ഒരുമാതിരി അങ്ങ് അലറി വിളിച്ച് കരയുന്നുണ്ട്. ക്യാര ഡേവിഡിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ഡേവിഡ് ഒരുമാതിരി അങ്ങ് പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലായപ്പോൾ ഈ സ്ഥലം ഇവനെ അത്രത്തോളം ഹോണ്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവനെ ഇവിടുന്ന് മാറ്റാൻ നോക്കുമ്പോഴാവട്ടെ ഇവന്റെ വീൽ ചെയർ അവിടെ സ്റ്റക്കായി. ക്യാര എത്ര ശ്രമിച്ചിട്ടും വീൽ ചെയർ അവിടെ നനക്കാൻ പറ്റുന്നില്ല. ക്യാര ഫോൺ എടുത്ത് ഇവരുടെ കൂടെ വന്ന ഹോസ്പിറ്റലിലെ വർക്കറിനെ ഫോൺ ചെയ്യുന്നു. സെയിം ടൈം ഡേവിഡിന്റെ മറ്റൊരു പേഴ്സണാലിറ്റിയിലേക്ക് മാറുന്നു. ക്യാര കൂടെ വന്ന ആളെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡേവിഡിനെ വീൽ ചെയറിൽ കാണാനില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ക്യാരി അങ്ങ് ഞെട്ടിപ്പോയി. എന്നാലും അവളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ഇപ്പം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആദമാണെന്ന് കരുതി അവൻ്റെ പേര് പറഞ്ഞപ്പോൾ ആര് അതാരാ ആദം, നീ ഏതാ, നീ എന്തിനാ എന്നെ നോക്കി ആദമെന്ന് വിളിച്ചേ എന്ന് ചോദിക്കുകയാണ് ഈ പുതിയ പേഴ്സണാലിറ്റി. ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് താൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ആദമിൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണെന്ന് മനസ്സിലാക്കുന്ന ക്യാരയും ഹായ് എൻ്റെ പേര് ക്യാര, ഞാൻ ഡോക്ടറാണ്, ആദം എൻ്റെ ഒരു പേഷ്യൻ്റ് ആണ്, നീ ഓക്കെ അല്ലേ? നീ ഒരുമാതിരി കൺഫ്യൂസ് ആയ പോലെ നിൽക്കുന്നു. അതിന് ആദമിൻ്റെ ഈ പുതിയ പേഴ്സണാലിറ്റി എന്തോന്ന് കൺഫ്യൂസ്ഡാ, ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്നോ? നീ എന്നോട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, സത്യം പറ ഇപ്പം നമ്മളിത് എവിടെയാ, ആരാണ് ആദം, എന്തിനാ നീ എന്നെ ആദം എന്ന് വിളിച്ചേ എന്നൊക്കെ ഒരുമാതിരി റൂഡായിട്ട് ദേഷ്യം പിടിച്ച് ചോദിക്കുകയാണ് ഈ പുതിയ പേഴ്സണാലിറ്റി. ഇവനൊരുമാതിരി വൈൽഡ് സ്വഭാവത്തിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിലും ഹീറോയിൻ വളരെ കാമായിട്ട് നമ്മളിപ്പോൾ ഇന്ന സ്ഥലത്താണ് ആൻഡ് നിന്നെ കണ്ടപ്പോൾ എൻ്റെ പേഷ്യൻ്റ് ആദമിൻ്റെ കൂട്ട് തോന്നി, അതുകൊണ്ടാണ് ആദ്യം ആദം എന്ന് വിളിച്ചത്. അപ്പോഴേക്കും ഹോസ്പിറ്റലിലെ വർക്കർ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അദ്ദേഹം വന്ന് ഇവനെ ആദമെന്നോ ഡേവിഡെന്നോ വിളിച്ച പ്രശ്നമല്ലേ, അതുകൊണ്ട് ഹീറോയിൻ അദ്ദേഹത്തെ കണ്ടപ്പോഴേ ഹായ് നിങ്ങൾ ഓടൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഞാനിവിടെ ഇദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു, അല്ല എന്താ നിങ്ങളുടെ പേര് എന്ന് ഈ പുതിയ പേഴ്സണാലിറ്റിയോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം വെസ് എന്ന് പറയും. വെസ്ലി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ദെൻ ഇവർ തിരികെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. രണ്ട് പേഴ്സണാലിറ്റി കൂടാതെ മൂന്നാമതൊരു പേഴ്സണാലിറ്റി കൂടെ വന്നതോടെ ആകെ ഒരുമാതിരിയായ നമ്മുടെ ഹീറോയിൻ നേരെ അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്താ വെച്ചാൽ ഇതൊക്കെ ഇതിനെ എൻ്റെ തലയെ കൊണ്ടിട്ടേ, ആദം ഡേവിഡ് വെസ് ഇതിപ്പോൾ എത്ര പേഴ്സണാലിറ്റീസ് ആണ്, എന്തിവിടെ സംഭവിക്കുന്നേ, നിങ്ങളെന്തിന് ഇതിലോട്ട് എന്നെ വലിച്ചിട്ടേ, എനിക്കിതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. ഓ കാം ഡൗൺ സി, നീ നല്ല സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണ്, നേരത്തെയൊക്കെ നീ എന്തുകൊണ്ടെന്ന് ചോദ്യം ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ തിരക്കി പോകുമായിരുന്നു. ഇപ്പൊ നീ അങ്ങനെയല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസംഷൻസ് വെച്ച് ജസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് വിടും. ഈ കേസ് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ നിനക്കിത് സോൾവ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയെന്ന് നീ കണ്ടുപിടിക്കണം സി. തുടർന്ന് ക്യാരയും വെസ്ലിയെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു മ്യൂസിക് ബാൻഡിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പുള്ളിക്കാരൻ 1994 മരണപ്പെടുന്നത്. ക്യാര വെസ്സിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവൻ ക്യാരയോട് ഡോക്ടർ നിങ്ങൾ സയൻസിലാണോ വിശ്വസിക്കുന്നത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അത് നിങ്ങൾ ഡോക്ടറാണ്, ഡോക്ടറേറ്റ് ഉണ്ട്, എന്നിട്ടും നിങ്ങളുടെ കഴുത്തിൽ ആ കുരിശുമാല. ക്യാരയുടെ മറുപടി ബൈ പ്രൊഫഷൻ താനൊരു ഡോക്ടർ ഓഫ് സയൻസ് ആണ്, അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിൽ താനൊരു ബിലീവറാണ്, ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. 1994 വെസ് മരണപ്പെട്ടതിന്റെ വാർത്ത പത്രത്തിൽ വന്നിരുന്നു. ആ വാർത്ത ഇവനെ കാണിച്ചപ്പോൾ വെസ് ആകെ അങ്ങ് ഞെട്ടിപ്പോയി. അന്ന് ആ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ അവന് റീകളക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അന്നൊരു രാത്രി ദിവസം വെസ്ലി ഇങ്ങനെ കാർ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ കാറിന്റെ ബാക്ക് സീറ്റിലായിട്ട് ആരോ കയറിയിരിക്കുന്നതായിട്ട് ഇവൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. പത്രത്തിലൊക്കെ വെസ്ലിയുടെ ഒരു ആത്മഹത്യയാണെന്നാണ് എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിലും ആക്ച്വലി അതൊരു ആത്മഹത്യ അല്ല. തന്റെ മരണത്തെപ്പറ്റി വെസ്ലി ഇങ്ങനെ റീകളക്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ പേഴ്സണാലിറ്റി ചേഞ്ച് ആവുകയാണ്. വീണ്ടും ഡേവിഡായി മാറി. ഡേവിഡിന്റെ കാലുകൾക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നേരെ താഴെ വീണുപോയി. ഹീറോയിൻ അവന്റെ അടുത്ത് ചെന്നപ്പോൾ അവനൊരു പ്രത്യേക ലല്ലബി ഇങ്ങനെ മോളും. ആ മ്യൂസിക് നീ എവിടെയാണ് കേട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് അവൻ എഴുതിയതാണ്, ഡേവിഡാണ് ആ മ്യൂസിക് ഉണ്ടാക്കിയതെന്ന് പറയും. തുടർന്ന് ക്യാര ഡേവിഡിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഈ മ്യൂസിക് അവരെ കേൾപ്പിച്ചു കൊടുത്ത് അതിനെപ്പറ്റി അവരോട് തിരക്കുന്നു. ഡേവിഡ് പറഞ്ഞ പോലെ അവനാണ് ആ മ്യൂസിക് ഉണ്ടാക്കിയത്, അതെങ്ങും തന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഡേവിഡിന് അന്ന് ആക്സിഡന്റ് ഉണ്ടായി അവന്റെ കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് അവൻ ഇങ്ങനെ ഈ മ്യൂസിക് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഡേവിഡിന് എപ്പോഴൊക്കെ പേടിയും വിഷമവും ഒക്കെ വരുന്നു ആ സമയങ്ങളിലൊക്കെ അവനിത് ഇങ്ങനെ പാടാറുണ്ട്. അന്ന് ആ കാട്ടിൽ വെച്ച് ഡേവിഡ് ക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോഴും ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ പോലും അവനിത് പാടിയിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും അവന്റെ അമ്മ പറയുന്നുണ്ട്. ഇത്രയൊക്കെ
ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും ഇതിൽ അബ്നോർമലായിട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്ന ഹീറോയിൻ കരുതുന്നത് ഒരു പക്ഷേ അന്ന് ഡേവിഡ് കൊല്ലപ്പെട്ട ആ രാത്രി 6 വയസ്സുള്ള ആദം അവിടെ എത്തിയിട്ടുണ്ടാവാം, എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടാവാം. ഡേവിഡ് കൊല്ലപ്പെടുന്ന സമയം ഇവനിതെല്ലാം നോക്കി നിന്ന് കണ്ടിട്ട് അവൻ പാടുന്ന ആ പാട്ടും ആ മ്യൂസിക്കും കേട്ടിട്ടുണ്ടാവാം. അതേപോലെ തന്നെ വെസ്ലിയുടെ കേസിൽ സംഭവിച്ചിട്ടുണ്ടാവാം. വെസ്ലിയെ പറ്റി എങ്ങനെയോ ആദം മനസ്സിലാക്കി. അങ്ങനെയൊക്കെയാണ് ഈ 2 പേഴ്സണാലിറ്റീസും ഇവന്റെ ഉള്ളിൽ കയറിയത് എന്നൊരു അസംഷനിലെത്തുവാണ്. ഇതൊക്കെ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആദമിനെ പറ്റിയും വിശദമായിട്ട് അന്വേഷിക്കണമല്ലോ. തുടർന്ന് ആദമിനെ പറ്റി കിട്ടാവുന്ന ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് അവന്റെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ചൊരു വീട്ടിലെത്തി. ആ വീടിന്റെ മുൻവാതിൽ തന്നെ തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനകത്തൊരു നായക്കുട്ടി മാത്രമേ ഉള്ളൂ. വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. മറ്റാരെങ്കിലും വീടിനകത്തുണ്ടോ എന്നറിയാനായിട്ട് ഹീറോയിൻ വീടിനകത്ത് കയറി ഓരോരോ മുറിയായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയപ്പോൾ ഒരുമാതിരി വല്ലാത്ത സ്മെല്ല്. ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമിൽ നിന്നാണ് സ്മെല്ലെന്ന് മനസ്സിലാക്കി ഹീറോയിൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഡെഡ് ബോഡി. മുഖമൊക്കെ കണ്ടില്ലേ, ഒരുമാതിരി അങ്ങ് വികൃതമായ അവസ്ഥയിൽ. ക്യാര ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. അങ്ങനെ അവർ വന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങി. ഈ ദിവസം മുഴുവൻ ഇക്കാര്യങ്ങൾ ഇൻവോൾവ് ആയി നിന്നുകൊണ്ട് തന്നെ ക്യാര അവളുടെ മകളുടെ കാര്യം അങ്ങ് മറന്നുപോയി. നേരെ ഇരുട്ടി കഴിഞ്ഞാണ് മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടില്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നത്. തിരക്ക് പിടിച്ച് നേരെ സ്കൂളിലെത്തിയപ്പോൾ നമ്മുടെ സിയുടെ മകൾ സാമിയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആദം ഉടനടി ഹീറോയിൻ ഇക്കാര്യം പോലീസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. വെപ്രാളപ്പെട്ട് ഓടി മകളുടെ അടുത്ത് ചെന്നപ്പോൾ കൊച്ചു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആദമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാര സാമിയെയും പിടിച്ചു മാറ്റി ആദം നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഇപ്പൊ ഇത് ആദമല്ല, നീ വെസ്ലിയുമല്ല, 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ആദമിന്റെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റി നമ്മുടെ ക്യാരയെ സിസി എന്നാണ് വിളിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ മാത്രമല്ലേ ഇവളെ അങ്ങനെ വിളിക്കുള്ളൂ. ആരാ നീ, നിനക്ക് എങ്ങനെ എന്റെ ആ പേര് അറിയാമെന്ന് പറഞ്ഞ ഹീറോയിൻ ചോദിച്ചപ്പോൾ മോളെ സിസി നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ, ഞാൻ ചാർലിയാണ്, നിന്റെ ചാർലി അങ്കിൾ. മനസ്സിലായില്ലേ, നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ ഹാർഡിങ്ങിന്റെ സുഹൃത്ത് ചാർലി ഇല്ലേ, ഡോക്ടർ ചാർലി. ആദമിനെ ആദ്യം ട്രീറ്റ് ചെയ്ത ഡോക്ടർ, ആദ്യം ആദമിനെ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലായിരുന്നല്ലോ എത്തിച്ചത്. അദ്ദേഹമാണ് ആദമിന്റെ പുതിയ പേഴ്സണാലിറ്റി. അപ്പോഴേക്കും പോലീസും സ്ഥലത്തെത്തി. അവർ ആദമിനെ അല്ലെങ്കിൽ ചാർലി എന്ന പേഴ്സണാലിറ്റിയിൽ നിൽക്കുന്ന ആദമിനെ അവിടുന്ന് മാറ്റി. തിരികെ വീട്ടിൽ ചെന്ന ശേഷം ക്യാര സാമിയുടെ അടുത്ത് ഒരു കാരണവശാലും സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിക്കരുത്, പലരും മോളെ അറിയാവുന്ന പോലൊക്കെ സംസാരിച്ചെന്നിരിക്കും, അങ്ങനെയൊന്നും സംസാരിച്ച് നിൽക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ചാർലി എന്ന പേഴ്സണാലിറ്റി സാമിയോട് അവളെ പറ്റിയുള്ള കുറച്ചധികം കാര്യങ്ങൾ തിരക്കിയിരുന്നു. കുട്ടിയുടെ ഫാമിലിയെ പറ്റിയും അവളുടെ ബർത്ത്ഡേ പറ്റിയും ഒക്കെ. ആൻഡ് ഇവൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. സാമിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലല്ലോ. അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടതോടെ ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ അവൾ പ്രാർത്ഥിക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ടോലൊക്കെ കടിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന രീതിയൊന്നും അവിടെ ഇല്ല. വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ. അത് സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കും. മോളിങ്ങനെ വിശ്വസിച്ചാൽ നന്നായിരിക്കും, അച്ഛൻ ദൈവത്തിന്റെ കൂടെ ഉണ്ട്, ദൈവമാണ് അച്ഛനെ നേരത്തെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇവള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ് അമ്മ, അച്ഛൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. പിന്നെ അമ്മ പറയുന്ന പോലെ ആൾക്കാർ വിശ്വസിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഞാൻ മാത്രമല്ലല്ലോ, ഗ്രാൻഡ്ബയ്ക്കും ദൈവത്തിൽ വിശ്വാസമില്ല. സോ ഞാൻ ഗ്രാൻഡ്ബെ പോലെ ഇങ്ങനെ അങ്ങ് പോയേക്കാമെന്ന് കരുതി. ഇത്തിരിയേ ഉള്ളെങ്കിലും കുട്ടി വളരെ മെച്യൂർ ആയിട്ടാണ് സംസാരിക്കുന്നത്. കുട്ടിയുടെ ഗ്രാൻഡ്ബ അതായത് നമ്മുടെ ഹീറോയിന്റെ അച്ഛനും ദൈവത്തിൽ വിശ്വാസമില്ലെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ച് സാമിയെ കുളിപ്പിക്കുമ്പോൾ അവളുടെ പുറത്തുള്ള കുറെ പുതിയ പാടുകളൊക്കെ ഇവള് ശ്രദ്ധിക്കുന്നുണ്ട്. ചാൾസിന്റെ പുറത്ത് നമ്മൾ കണ്ടിരുന്ന പോലെ അത്ര വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല. എന്നാലും ചെറിയ ഇച്ചസ് ഒക്കെ പോലെ ചെറിയ പാടുകളൊക്കെ ഇവളുടെ പുറത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. ദെൻ ക്യാര അവളുടെ അച്ഛനെ വിളിച്ച് ഇപ്പം നടക്കുന്ന ഈ സംഭവങ്ങളും ദൈവവിശ്വാസവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാണ്. ആദം എന്ന പേഴ്സണാലിറ്റി ദൈവത്തെ പറ്റി ഡോക്ടർ ഹാഡിങ്ങിനോട് സംസാരിച്ചിട്ടുണ്ട്, വെസ് സംസാരിച്ചിട്ടുണ്ട്. ഡേവിഡിന് ദൈവവിശ്വാസം ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ചാൾസ് സാമിയോട് ലാസ്റ്റായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആദമിന്റെ പേഴ്സണാലിറ്റികൾ ഒന്നും തന്നെ ദൈവവിശ്വാസികളല്ല. ദൈവവിശ്വാസികളല്ലാത്തവർ മാത്രമാണ് അവന്റെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസ്. കൂടാതെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഇവളുടെ മകൾ സാമിയുമായിട്ടാണ് ആ ഒരു പേഴ്സണാലിറ്റി ലാസ്റ്റ് ആയിട്ട് വന്ന ചാൾസ് എന്ന പേഴ്സണാലിറ്റി അടുക്കാൻ ശ്രമിക്കുന്നത്. സോ ഇവന്റെ ഈ പേഴ്സണാലിറ്റികളും ദൈവവിശ്വാസവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ളൊരു സംശയം ചോദിക്കുകയാണ് ഹീറോയിൻ. ഇന്നേരമാണ് ഹാർഡിങ് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചാൾസ് ഇല്ലേ, ഡോക്ടർ ചാൾസ്, അദ്ദേഹം കുറെ നേരം മുമ്പേ മരിച്ചു എന്ന്. നമ്മുടെ ക്യാര സ്കൂളിലെത്തി ചാർലി എന്ന പേഴ്സണാലിറ്റിയിൽ നിൽക്കുന്ന ആദമിനെ കാണുന്നതിന് മുന്നേ തന്നെ യഥാർത്ഥ ചാർലി മരിച്ചിരുന്നു എന്ന്. ഹാർഡിങ്ങും ആകെ ഒരുമാതിരി വിഷമിച്ച് ഇടയ്ക്ക് ചുമയ്ക്കുന്നൊക്കെയുണ്ട്. ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ ഡോക്ടർ ചാർലി. ആളുടെ മരണവാർത്ത ഹാർഡിങ്ങിനും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ശേഷം രാത്രി നമ്മുടെ ഹീറോയിൻ ആദമിന്റെ കേസ് ഫയൽസ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് ആദം കിടക്കുന്ന മുറിയിലെ CCTV വിഷ്വൽസും മറ്റുമൊക്കെ പരിശോധിച്ച് വരുമ്പോൾ ഒരു ദിവസം രാത്രി ആദം എന്തോ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചലിക്കുന്നതായിട്ടും ആദമിന്റെ അടുത്തേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് ഇവൾ കാണുന്നുണ്ട്. അമാനുഷികമായിട്ടുള്ള എന്തോ ഒന്ന്. ഹീറോയിൻ ഇമാതിരി കാര്യങ്ങളൊന്നും വിശ്വാസമില്ലെങ്കിലും അവൾ ഇത് കണ്ട് ആകെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരുമാതിരി ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഒരു സാധനം അവന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നു. വീഡിയോയുടെ ഡ്യൂറേഷൻ കുറേ കൂടിയതുകൊണ്ട് ഈ വീഡിയോ 2 ഭാഗമാക്കുവാണ്. അടുത്ത ഭാഗം കാണാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ കാർഡിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്താൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കഥ ഒന്നും ആയിട്ടില്ല കേട്ടോ. അടുത്ത ഭാഗത്തിലാണ് വൻ ട്വിസ്റ്റുകളൊക്കെ വരുന്നത്. സോ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കഥ മുഴുവൻ കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ.